ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NMS ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ നാളെ മുതലാണ് NMSൻ്റെ ആപ്പ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വന്ന മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പരിഭാഷപ്പെടുത്തി നിങ്ങളെ വായിച്ചു തരാം. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ശ്രദ്ധയ്ക്ക് നാളെ മുതൽ പുതിയ NMS ആപ്പ് വെർഷൻ അപ്ഡേറ്റ് നിലവിൽ വരികയാണ്. ആപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ: ഡാറ്റ അപ്ലോഡ് ചെയ്യുക. ഇന്ന് രാത്രി നിശ്ചിത സമയത്തിന് മുൻപായി നിങ്ങളുടെ എല്ലാ അറ്റൻഡൻസ് ഡാറ്റയും നിർബന്ധമായും അപ്ലോഡ് ചെയ്യുക. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലെ അറ്റൻഡൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അറ്റൻഡൻസ് രാത്രി 11 മണിക്ക് മുൻപായി രേഖപ്പെടുത്തേണ്ടതാണ്. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: പഴയ ആപ്പ് മാറ്റുക. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉള്ള NMS ആപ്പ് പൂർണ്ണമായി അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നിലവിൽ നൽകിയിരിക്കുന്ന ലിങ്ക്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് നിലവിൽ നിങ്ങൾക്ക് എല്ലാ പഞ്ചായത്തു നിന്നും അയച്ചു തരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ പുതിയ NMS ആപ്പ് എന്ന് പറയുന്നത് നിലവിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള പുതിയ ആപ്പാണ്. ലൈവ് അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ നിലവിലുള്ള ആപ്പ് അതേമാതിരിയാണെന്ന് അറിയില്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്തായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. നിലവിൽ NMS ആപ്പിൻ്റെ ലിങ്ക് കാണിക്കുന്നത് VBG റാംജി എന്ന് പറയുന്ന ആപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ കയറി നോക്കിയാൽ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പഴയ ആപ്പിൻ്റെ അത് അപ്ഡേഷൻ ഒന്നുമല്ല കാണിക്കുന്നത്, പുതിയ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിലവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ആപ്പ് വന്നതായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വെർഷൻ എന്ന് പറയുന്നത് 4.1.0 എന്ന് പറയുന്ന പുതിയ വെർഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡ് 8 മുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് നിലവിൽ NMS ആപ്പിൻ്റെ പുതിയ പതിപ്പാണ്. പക്ഷേ അത് പ്ലേ സ്റ്റോറിൽ നിലവിൽ അവൈലബിൾ. പ്ലേ സ്റ്റോറിൽ ലിങ്ക് മുഖാന്തരം മാത്രമേ അടിച്ചാലേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് NMS ആപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പഴയ ആപ്പാണ് നിലവിൽ വരുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും പുതിയ ആപ്പ് നാളെ മുതലാണ്. ഇപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോട് കൂടി മാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന NMS ആപ്പിൽ ലഭ്യമല്ലാത്ത സ്ഥിതി ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വീഡിയോൻ്റെ കമൻറ്റ് താഴെ. അതേമാതിരി ഇതിൽ പെർമിഷൻ, ക്യാമറയ്ക്കും ലൊക്കേഷനും പെർമിഷൻ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പഴയ ആപ്പിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ഏറെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൂടെ നോക്കുക. അപ്പം നിലവിലെ ആപ്പിൻ്റെ അതേ ഐക്കണും കാര്യങ്ങളൊക്കെ സെയിം ആണ്. VBG റാംജി NMS ആപ്പ് എന്നൊക്കെ കാണിക്കുന്നത് 4.1.0 ആണ് നിലവിലെ വെർഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പുതിയ NMS ആപ്പിനെ കുറിച്ച് ഇത്രേ പറയാനുള്ള കാര്യം കൂടി നാളെ എല്ലാവരും ശ്രദ്ധിക്കുക. അതേമാതിരി നിങ്ങൾ കൂലി നിലവിൽ അൺസ്കിൽഡ് വേജസ് ജൂലൈ മുതലുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലുള്ള കുറച്ച് FTOs പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കയറാത്തവരുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. നമ്മൾ ആ കാര്യം കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഓണത്തിൻ്റെ അലവൻസായി 1200 രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഓർഡറും കാര്യങ്ങളും വന്നതിന് ശേഷം നിലവിൽ ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉത്തരവ് വന്നാൽ എവിടുന്നാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ പൈസ അയക്കുന്നതാണ്. 1200 രൂപയാണ് തൊഴിലാളികൾക്ക് അനുവദിച്ചതെന്ന് കണ്ടിട്ടാണ് പല മീഡിയാസിലും അതിലൊക്കെ കണ്ടിരിക്കുന്നത്. അതേമാതിരി മേറ്റുമാരെ കൂലി നിലവിൽ കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. കേരള സർക്കാരും ഈ അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്ന കേട്ടത്. ഒരു ഉത്തരവൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു തൊട്ട് മുന്നേ ആയിട്ട്. അപ്പം അത് ഈ അടുത്ത് തന്നെ അതും മേറ്റുമാരെ കൂലിയും നിങ്ങൾക്ക് ലഭ്യമാക്കും എന്ന് അറിയാൻ കഴിയുന്നു. ഇനി മുന്നോട്ടുള്ളത് മാത്രമേ, ഇനി VBG റാംജിയിലുള്ള മാത്രമേ പെൻഡിങ് ഉണ്ടാവുള്ളൂ. പഴയ പദ്ധതിയിലുള്ളതൊക്കെ റിലീസ് ആക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അപ്പം എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇരുന്നാൽ പോലും മേറ്റുമാരെ കൂലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യം എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജില്ലകളിൽ സ്റ്റാഫിനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേറ്റുമാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മേറ്റുമാരെ കൂലിയും കൂടി റിലീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്.
പിന്നെ ഓണമാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. അതേമാതിരി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.